കാണാം. ഇങ്ങനെ അവിടെ മുതൽ അഥവാ ഐക്യസംഘം രൂപപ്പെടുന്നതിന് മുമ്പ്, മുജാഹിദ് പ്രസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ്, നിഷ്പക്ഷ സംഘം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ സംവാദങ്ങൾ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി, സമൂഹത്തിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടി, സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ആ സംവാദങ്ങൾ നടന്നു. അതിന്റെ ഭാഗമായി മാറ്റങ്ങൾ ഉണ്ടായി. ആ പണ്ഡിതന്മാർ കുറേശ്ശെ കുറേശ്ശെ ഒന്നിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്കറിയാം ഈ കൊച്ചു കേരളത്തിൽ ആദ്യമായി നിഷ്പക്ഷ സംഘം രൂപീകരിക്കുന്നത്. പിന്നെ അത് ഐക്യസംഘമായി രൂപപ്പെട്ടു വന്നു. അങ്ങനെ ഒരു സംഘടിത രൂപത്തിൽ മുസ്ലിം സമൂഹത്തെ ഐക്യപ്പെടുത്തിക്കൊണ്ട്, ഏകോപിപ്പിച്ചുകൊണ്ട്, മുസ്ലിം സമൂഹത്തെ ഒരു ചരടിൽ കോർത്തുകൊണ്ട് ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും കീഴിൽ, ആ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തണലിൽ ഈ മുസ്ലിം സമൂഹത്തെ ഐക്യപ്പെടുത്തുവാൻ വേണ്ടി കേരള മുസ്ലിം ഐക്യസംഘം രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ കേരള മുസ്ലിം ഐക്യസംഘം രൂപപ്പെട്ടു വന്നപ്പോൾ അതിൽ ബേജാറായ ചില പണ്ഡിതന്മാർ, ബേജാറായ ചില മുസ്ലിയാക്കന്മാർ അവര് പറഞ്ഞു, ഇത് അനുവദിച്ചുകൂടാ, നേരെ മറിച്ച് ഐക്യസംഘം പിഴച്ചതാണ് എന്ന് സ്ഥാപിക്കണം, ഐക്യസംഘം തെറ്റാണെന്ന് സ്ഥാപിക്കണം. അതിനുവേണ്ടി ഞമങ്ങാട്ടുകാരനായ ഏലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന അക്കാലഘട്ടത്തിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതേ ഈ ഐക്യസംഘം പിഴച്ച കക്ഷിയാണ് എന്ന് ഫത്വ പുറപ്പെടുവിക്കുവാൻ വേണ്ടി ആ കാലയളവിലെ മുസ്ലിയാക്കന്മാർ ഗൂഢാലോചന നടത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഞമങ്ങാട്ടുകാരൻ ഏലിക്കുട്ടി മുസ്ലിയാർ എന്ന അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനെ മുസ്ലിയാക്കന്മാർ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഐക്യസംഘം എന്ന് പറയുന്ന കുറച്ചാളുകൾ രൂപപ്പെട്ടിട്ടുണ്ട്, അവർ പിഴച്ചവരാണെന്ന് ഫത്വ പുറപ്പെടുവിക്കണം. പക്ഷേ ഏലിക്കുട്ടി മുസ്ലിയാര് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ബുദ്ധിമാനായ ഒരു പണ്ഡിതനാണ്, വിവേകമുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹം എടുത്തു ചാടിയില്ല. നേരെ മറിച്ച് ആ കാലയളവിൽ ജീവിച്ചിരുന്ന KM മൗലവി, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ അഗ്രേസരനായ KM മൗലവി, ആ KM മൗലവിയെ വിളിച്ചു ഏലിക്കുട്ടി മുസ്ലിയാർ. എന്നിട്ട് ചോദിച്ചു, അവർ തമ്മിൽ സംസാരിച്ചു, എന്താണ് മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞാൽ, എന്താണ് മുസ്ലിം ഐക്യസംഘം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അവർ തമ്മിൽ ചർച്ചകൾ നടന്നു, അവർ തമ്മിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു, അവർ തമ്മിൽ അതേ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംസാരം നടന്നു. ഇതെല്ലാം ശ്രദ്ധാപൂർവം ഏലിക്കുട്ടി മുസ്ലിയാർ കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറയും, അത് ഞാൻ ഒറ്റക്കായിരിക്കില്ല, നേരെ മറിച്ച് കേരള മുസ്ലിങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ രൂപപ്പെട്ട് വന്ന ഈ സംഘമുണ്ടല്ലോ, ആ സംഘത്തിന്റെ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയും എന്ന് ഏലിക്കുട്ടി മുസ്ലിയാരെ പറഞ്ഞു. അനുകൂലമായ അഭിപ്രായമാണോ പ്രതികൂലമായ അഭിപ്രായമാണോ അറിയില്ല. പക്ഷേ കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാർ ഭയപ്പെടാതെ ഏലിക്കുട്ടി മുസ്ലിയാരെ സ്വാഗതം ചെയ്തു. ആ മുസ്ലിം ഐക്യസംഘത്തിന്റെ സമ്മേളനത്തിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. ഈ പ്രസ്ഥാനത്തെ കുറിച്ച്, കേരള മുസ്ലിം ഐക്യസംഘത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ആദ്യകാല ഇസ്ലാഹി നേതാക്കന്മാര് പറഞ്ഞപ്പോൾ ഞമങ്ങാട്ടുകാരൻ ഏലിക്കുട്ടി മുസ്ലിയാർ എന്ന അന്നത്തെ അറിയപ്പെട്ട പണ്ഡിതൻ, എതിരാളികൾ പോലും ഐക്യസംഘം പിഴച്ചതാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവന്ന ആ പണ്ഡിതൻ എണീറ്റ് നിന്നുകൊണ്ട് ആ മഹാസദസ്സിനെ നോക്കി വിളിച്ചു പറഞ്ഞു, ഈ കേരള മുസ്ലിം ഐക്യസംഘം പിഴച്ചതാണെന്ന് ഞാൻ പറയില്ലെന്ന് മാത്രമല്ല, ഈ കേരള മുസ്ലിം ഐക്യസംഘം ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് അനിവാര്യമാണെന്ന് ഈ സമ്മേളനത്തെ സാക്ഷി നിർത്തി ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ചതായി ഈ പ്രസ്ഥാന ചരിത്രത്തിൽ കാണാം. ഈ പ്രസ്ഥാനവുമായി വാദപ്രതിവാദം നടത്താൻ വിളിച്ചുകൊണ്ടുവന്ന ആള് പോലും ഈ പ്രസ്ഥാനത്തിന് അനുകൂലമായി സംസാരിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം രൂപീകൃതമായതിനു ശേഷം വാദപ്രതിവാദത്തിന് തുടക്കം കുറിച്ചത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്.